ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ ഡേ ഇൻ മൈ ലൈഫിലേക്ക് കിടക്കാം. രാവിലെ എണീച്ചപ്പോൾ തന്നെ നല്ല ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എണീക്കാൻ എനിക്ക് മനസ്സോടെ ആണെങ്കിലും കഷ്ടപ്പെട്ട് ഞാൻ എഴുന്നേറ്റ് കേട്ടോ. പിന്നെ ഞാൻ കുറേ ജനലിലൂടെ നോക്കിയിരുന്നു. പിന്നെ ഞാൻ പോയി ബ്രഷ് ചെയ്ത് ഫ്രഷായൊക്കെ വന്നിട്ടോ, ഓളം എടുത്തു. ഇനി പോയി നമസ്കരിക്കണം, അതാണ് ഞാൻ ആകെയുള്ള ലക്ഷ്യം. അപ്പോൾ നമുക്കിനി നേരെ വിടാം നമസ്കരിക്കാൻ. അപ്പോൾ ഞാൻ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നേരെ പോയത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ്. ബ്രേക്ക്ഫാസ്റ്റ് പത്തിരിയും ചിക്കൻ കറിയായിരുന്നു. അപ്പോൾ അതും കഴിച്ചിട്ട് ഞാൻ നേരെ ഒറ്റ കിടത്താൻ ബെഡിലേക്ക്. അങ്ങനെ കിടക്കുന്ന ടൈമിലാണ് മമ്മ ചെറിയൊരു പണി തന്നു. വേപ്പിൻ്റെ ഇല പോയിട്ട് ഞാൻ പിന്നെ കേട്ടതും മണ്ടി, വേറെ ഒന്നും കൊണ്ടല്ല. എനിക്ക് ആ കറുകപ്പട്ടുള്ള സ്ഥലം നല്ല ഇഷ്ടമാണ്. എവിടെയെന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള സ്ഥലമാണ്. കുറച്ചൊക്കെ നടക്കാനുണ്ട്, റോട്ടിലൂടെ നടന്നിട്ട് കാട്ട് വഴി കയറാനാണ്. അപ്പോൾ എനിക്ക് ഈ റോഡൊന്നും അധികം കിട്ടലില്ല. കാരണം ഞാൻ കടന്നമണ്ണ ഞാനൊരു കാട് സൈഡിലാണല്ലോ എൻ്റെ വീട്. അതുകൊണ്ട് തന്നെ എനിക്ക് റോഡ് സൈഡ് ഒരിക്കലും കിട്ടലില്ല. എനിക്ക് എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ മാത്രമേ കിട്ടലുള്ളൂ. പിന്നെ ഇതിൻ്റെ ഒരു ഉമ്മാൻ്റെ വീടാണ്, നിങ്ങളൊന്നുകൂടി ഓർമ്മിപ്പിച്ചാണ്. അപ്പോൾ അതേ ഓലൊക്കെ മുന്നിൽ മണ്ടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ എന്നെ കൂട്ടാൻ പോയിൻ്റെ ദേഷ്യത്തിലാണ് കുറച്ചും കൂടി ബാക്കിൽ നിന്നത്. അവിടെ എത്തിയേക്കിന് ഞങ്ങൾ കുറച്ച് കറുകാപ്പട്ട പറിച്ചു. അതിൽ ആ വലിയ ചെറുക്കനില്ലേ, ഓനാണ് നിശാൽ. ഓനൊരു വ്ളോഗുണ്ട്, നിശാൽ വ്ളോഗ്സ് എന്നാണ് പേര്. നിങ്ങൾ കാണുന്നുണ്ടെന്നൊന്നും എനിക്കറിയില്ല, എന്നാലും ഓൻ പ്രത്യേകം പറയാൻ പറഞ്ഞതാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ എൻ്റെ അനിയനും അഞ്ചത്തിയൊക്കെ ഉണ്ട് എൻ്റെ കൂടെ. ഞങ്ങൾ 4 ആളായിട്ടാണ് വന്നത്. അവർ 3 ആൾ എന്നെ കൂട്ടാതെ പോയി, അതിൻ്റെ ദേഷ്യത്തിലാണ് ഞാൻ. അനിയൻ്റെ പേര് റിഷാൻ, അനിയത്തിൻ്റെ പേര് ഇസ മെഹർ, പിന്നെ മറ്റവൻ്റെ പേര് ഞാൻ പറഞ്ഞല്ലോ, നിശാൽ വ്ളോഗ്സ് എന്നുള്ളൊരു ചാനലുണ്ട്. മറക്കാതെ എന്നെ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ ഞങ്ങൾ ഇതിലങ്ങനെ നടക്കുമ്പോൾ എനിക്കൊരു പൂ കണ്ടു. എനിക്ക് പണ്ടേ ഈ ഒരു ഓറഞ്ച് പൂവിനോട് ഭയങ്കര താല്പര്യമാണ്. പൂവും പറിച്ച് ഞങ്ങൾ നേരെ നടന്നു. ഞാനിങ്ങനെ പൂവും കാട്ടി നടന്ന് ഓലെയാണ് ഈ കറുകപ്പട്ടൻ്റെ സ്ഥലത്ത് പോയി നിൽക്കുകയും ചെയ്തു. ഞാനങ്ങനെ നടന്നു പോവുകയും ചെയ്തു. അവരെന്നെ തിരിച്ചു വിളിച്ചപ്പോൾ ഞാൻ പിന്നെയും തിരിഞ്ഞ് നടക്കാൻ തുടങ്ങി. പെരും വെയിലുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഈ ക്യാമറ മങ്ങിക്കാണ്ട്, എന്നോട് ക്ഷമിക്കണം. ഞങ്ങൾക്ക് ഇത്ര വേപ്പിൻ്റെ ഇല കിട്ടിയിട്ടുണ്ട്, ഇനി കുറച്ചുകൂടെ വേണം. കിട്ടിയത് വെച്ച് ഞാൻ കയ്യിൽ പിടിച്ചു, മറ്റവനാണെങ്കിൽ ബാക്കിയുള്ളതും പറിച്ചു. അപ്പം ഞങ്ങൾ കിട്ടിയത് അപ്പോൾ അവരൊക്കെ എന്നെ വിളിച്ചറുത്തു. അപ്പോൾ ഞാൻ എന്താ നോക്കിയപ്പോൾ ഒരു നല്ല ഭംഗിയിലൊരു കിണർ കണ്ടു. പുറത്തുനിന്ന് കണ്ടാൽ രസമൊന്നുമില്ല. അപ്പോൾ ഞാൻ ആ കിണറ്റിക്ക് എന്താണെന്ന് അറിയാൻ വേണ്ടി ഒന്ന് പോയി പാല് നോക്കിയതാ ഗൈസ്. ഇത്രക്കും അത്ഭുതമാണെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. കാരണം ഈ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് പോലത്തെ വെള്ളമാണ് ആ കിണറ്റിൽ. എല്ലാ വെള്ളത്തിൻ്റെ കളർ നിങ്ങൾക്ക് അറിയാലോ. അധികം കിണറിൻ്റെ കളർ വേറെ കിണർ. പക്ഷേ ഞങ്ങളെന്താ അവിടെ ചെയ്യണമെന്ന് എഴുതിയിട്ട് ഇങ്ങനെ പാളി വെക്കണം. അതിൽ മറ്റവൻ്റെ ഒരു ഒടുക്കത്തെ ഡയലോഗ്, ഇതിൻ്റെ അടിയിൽ ആര് ചാടിയാലും ഓല തെളിഞ്ഞ് കാണാൻ പറ്റുമെന്ന്. അതിൽ ഞാൻ അങ്ങോട്ടാണ് ചോദിച്ചു, നജ്ജ് ചാടി വെക്കാമെന്ന്. അപ്പോൾ പിന്നെ അവൻ മുണ്ടാതെ നിന്നു. കുറേ നേരമായി കല്ലാളൊക്കെ ഇട്ട് ഇങ്ങനെ ഇരുന്നു കിണറ്റിക്ക്. അപ്പോൾ മറ്റവനോട് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. ബാക്കി എല്ലാവരും എൻ്റെ അനിയനും അഞ്ചത്തിയൊക്കെ കിണർ കണ്ട് ആസ്വദിക്കണം. പശു നിങ്ങളെന്താ ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കുക. ഞാൻ പറഞ്ഞു, പശു കുട്ടാ ഞങ്ങളൊന്നും ചെയ്യുന്നില്ല, എന്നെ നോക്കി പേടിപ്പിക്കണ്ട. അത് കേട്ടതും പശു പിന്നെ അവൻ്റെ തീറ്റ ആരംഭിച്ചു. ഞങ്ങൾ പിന്നെ ഒന്നും നോക്കിയില്ല, ടൈം വൈകിയിരുന്നു, ഇവർക്ക് പള്ളിക്ക് പോവാണ്ട്. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടി വീട്ടിൽ തന്നെ നേരെ വിട്ടു വണ്ടി.
ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. ഇവിടെ എത്തിയപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു പ്ലാൻ തോന്നി, വെറുതെ റോട്ടിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാമെന്ന്. അപ്പോൾ പിന്നെ ഒട്ടും നേരം വൈകിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നേരെ റോട്ടിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തന്നെ തീരുമാനിച്ചു. അപ്പോൾ ഞങ്ങൾ പോണതിൻ്റെ മുന്നേ നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. ഈ വീഡിയോ കാണുന്ന എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞങ്ങൾ പോണത് എങ്ങോട്ടാന്ന് വെച്ചാൽ, ഞങ്ങൾ ആദ്യമൊക്കെ കളിച്ചിരുന്നതിനൊരു സ്ഥലത്തേക്കാണ്. ആ സ്ഥലം ഇപ്പോൾ ആകെ പുല്ലൊക്കെ മുളച്ചിക്കണു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളിവിടെ അടുത്താണ് പോണത്. ഒരു മൂച്ചിൻ്റെ ചോട്ടിക്കാണ് പോണത്. ഞങ്ങളുടെ അടുത്തൊരു കാണുന്ന ഒരു മൂച്ചിൻ്റെ ചോട്ടിക്കാണ് ഞങ്ങൾ പോണത്. അവിടെ ആകുമ്പോൾ കല്യാളമൊക്കെ ഇട്ടിട്ടുള്ളത്. ആ മൂച്ചി എൻ്റെ മോസ്റ്റ് ഫേവറേറ്റായ മൂച്ചിയാണ്. കാരണം മാങ്ങക്കാലമായിരുന്നില്ലേ ഈ ജൂണിലൊക്കെ, ഈ മഴക്കാലത്ത്. അന്നൊക്കെ എത്രങ്ങാനും മാങ്ങ ചൂട്ടുണ്ടാവുകയെന്നറിയോ. ഞങ്ങൾ എത്രങ്ങാനും പറിച്ച് തന്നേനെ. ആ അവിടെ നേരത്തെ കണ്ടില്ലേ ഈ ഒരു സൈഡിൽ, ഇവിടെയൊക്കെ എത്ര കളിച്ചീനെന്നറിയോ. ഞങ്ങൾ അവിടെയൊക്കെ ആകെ പുല്ല് മുളച്ചപ്പോൾ ഞങ്ങൾക്കൊന്നിനും പറ്റാതായി. നല്ല അടിപൊളി ക്ലൈമറ്റ് ചെയ്യുന്നു, ആകാശം എന്തൊരു ഭംഗിയാണ് നിന്നു കാണാൻ. ഇവളുടെ മുഖം എന്താ പറയുക ഇങ്ങനെ ഇരിക്കുന്നത്, അവിടെ സൈക്കിളിൻ്റെ പെഡൽ തട്ടിയിട്ട് നല്ലൊരു മുറിനെ കാലുമ്പോൾ തട്ടിയിട്ടുണ്ട്. ഓൾക്ക് പിന്നെ ഒരു ചെറിയ മുറി മതി, അത് തന്നെ വലിയ ധാരാളമാണ്. ഈ ഒരു ചെറിയ മുറിക്കാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇനി ഞാൻ ഓവറായൊന്നും പറയുന്നില്ല, നിങ്ങൾക്ക് മടുക്കുണ്ടാവുമല്ലേ. ഇനി ഞാൻ ഓവറായൊന്നും പറയുന്നില്ല. ഇനി ഞാൻ കുളിച്ചിട്ട് വരാം. കുളിച്ച് കഴിഞ്ഞിട്ടുള്ളത് ഇനി ഞാൻ ഇടുള്ളൂ. ഇനി ഒരിക്കലും ഞാൻ കുളിക്കുന്നതിൻ്റെ മുമ്പത്തെ ഇടില്ല. പോരെ, നിങ്ങൾക്ക് ഇങ്ങനെ മടുക്കുണ്ടാവും ഞാൻ അങ്ങനെ പറഞ്ഞത് തന്നെ പറഞ്ഞ് ഞാൻ എന്താക്കില്ല. അപ്പോൾ ഞാൻ കുളിച്ചിട്ട് വരാം. ബൈ ഫ്രണ്ട്സ്, ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പം എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കുളി കഴിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ. ഇപ്പോൾ ഇനി എന്താ പ്ലാനെന്ന് വെച്ചാൽ ലഞ്ച് കഴിക്കണം. അതിൻ്റെ മുന്നേ കുറച്ച് നേരമെങ്കിലും കിടക്കണം. നല്ല ടയേർഡാണ് ഞാൻ. അപ്പം കുറച്ച് നേരം കിടക്കട്ടെ. പിന്നെ ഞാൻ പോയി ഒന്നെടുത്തു, വന്ന് നിസ്കരിച്ചു. പിന്നെ അതാ ലഞ്ചായിട്ട് പപ്പടം മീൻകറിയും മീനുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ചു. അപ്പോൾ ഗൈസ്, ഉച്ചക്ക് ഒരുപാട് ടൈം ഉറങ്ങിയോണ്ട് തന്നെ ഇപ്പോൾ അസർ ബാങ്ക് കൊടുക്കാറായിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് പോയി അസർ നമസ്കരിക്കട്ടെ. അസർ നമസ്കരിച്ചിട്ട് വരാം. അപ്പോൾ ഞാൻ നേരെ പിന്നെ ഞാൻ പോയി ഇശ നമസ്കരിച്ചു. പിന്നെ താത്താക്ക് A4 വാങ്ങാണ്ടിരുന്നു. ഇനി ഞങ്ങൾ പീടികയ്ക്ക് പോകാൻ തീരുമാനിച്ചു. വൈകുന്നേരം പോകാൻ കരുതിയതിനെ പക്ഷെ പറ്റിയില്ല. അതുകൊണ്ട് രാത്രിയാക്കി. അപ്പോൾ ഞാനും ഇവനും കൂടിയാണ് പോണത്. അപ്പോൾ ഞങ്ങൾ രണ്ടും രാത്രിയാണ് പോണത്. നല്ല നിലാവുള്ള രാത്രിയാണ്. ടോർച്ചിൻ്റെ ആവശ്യം ഉണ്ടായില്ല, എന്നാലും ഞങ്ങൾ ടോർച്ച് എടുത്തു. ക്യാമറയും എല്ലാം ക്ലിയർ ഇല്ല, നിലാവ് പക്ഷേ റെഡി കാണുമ്പോൾ നല്ല ഭംഗിയാണ്. ആകാശം സൂര്യനുദിച്ച പോലെയും അത്രയ്ക്കും വെളിച്ചായിരുന്നു. കുറച്ച് നടന്നപ്പോൾ ഞങ്ങൾ ഓഫാക്കി വെച്ചു. പിന്നെ അങ്ങനെ ചെറുതാക്കി. അങ്ങനെ ഞങ്ങൾ കുറേ നേരം നടന്നുപോയി. ഗൈസ്, ആകാശം ഒന്നും കണ്ടില്ലേ. ഇത് കണ്ടാൽ പറയാറ് ഒരു രാത്രിയാണെന്ന്. അങ്ങനെ ഞങ്ങൾ പീടികയിൽ പോയി. പിന്നെ അതേ ഒരു കുറ്റിയൊക്കെ വാങ്ങി. താത്താക്ക് A4 പിന്നെ 5 മരത്തിലെ മുട്ടായിയൊക്കെ വാങ്ങി. ഞങ്ങൾ നേരെ പീടികയിൽ നിന്ന് വീട്ടിലേക്ക് പോവാണ്. ഇപ്പോൾ വീട്ടിലെത്തിയിട്ട് കാണാം. വീണ്ടും ഓർമ്മിപ്പിക്കാൻ ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ. അപ്പോൾ ഗൈസ്, ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട്. കൊടുന്ന മുട്ടായിയൊക്കെ കഴിച്ച് ഞാൻ നേരെ ഡിന്നർ കഴിക്കാൻ പോയി. ഡിന്നർ ഇങ്ങനെ കണ്ട പച്ചച്ചോറ് മീനോ കരുതും, അല്ല മുരിങ്ങാക്കറി ഉണ്ട്. എനിക്ക് അതിൻ്റെ ഇല പറ്റാത്തത് നീര് മാത്രം. ഗൈസ്, ഇതോടെ ഞാൻ എൻ്റെ ഡെയിൻമ ലൈഫ് അവസാനിപ്പിക്കുകയാണ്. എനിക്ക് ഉറക്കം വന്നു, ഞാൻ ഉറങ്ങാണ്. അപ്പോൾ ഇഷ്ടമെങ്കിൽ ലൈക്ക് കരോ, സബ്സ്ക്രൈബ് കരോ, ഷെയർ കരോ. അപ്പോൾ അത്രയുള്ളൂ. ബൈ.